ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം ദൈവവചനവുമായി താങ്കളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന മുടക്കം കൂടാതെ ഓരോ ആഴ്ചവട്ടങ്ങളിലും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നമുക്കാവശ്യമായ ദൈവികമായ ആലോചനകളെ നൽകുമാറാകട്ടെ. ദൈവവചനത്തിൻ്റെ പല സത്യങ്ങളും നാം ഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വിടുതലിന് കാരണമായി തീരും. ഇന്ന് പകൽക്കാലം വ്യത്യാസമായ ഒരു ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല പോരാട്ടങ്ങളെ സന്ധിക്കുന്നുണ്ട്. പല വിഷയങ്ങളിൽ നമുക്ക് വിടുതൽ ആവശ്യമാണ്. വിടുതലിന് വേണ്ടി നാം പലത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 21-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവായ യേശു പ്രകാരം പറഞ്ഞു, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് ഒരു മനോഹരമായ സത്യം വെളിപ്പെടുത്തുകയാണ്. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി പൈശാചിക ശക്തികൾ, പോരാട്ടങ്ങൾ നീങ്ങി പോകത്തില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നു, 84 വയസ്സുള്ളതായ വിധവയായ ഹന്ന എന്ന് പറയുന്നതായ സ്ത്രീ ദൈവത്തിൻ്റെ ആലയം വിട്ടുപോകാതെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവ വചനം നാം ആഴമായി പഠിക്കുമ്പോൾ ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ പോയ പലരും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തീരുമാനിച്ചപ്പോൾ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. പലർക്കും ഉപവാസ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. മരിച്ചു പോകുമെന്ന് ഭയപ്പെടുന്നവരുണ്ട്. ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ജീവിതത്തിലെ വിഷയം എത്ര കഠിനമായതാണോ അതനുസരിച്ച് നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടത് ആവശ്യമാണ്. ഈ പകൽക്കാലം ഉപവാസത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ദൈവവചനം സംസാരിക്കുമ്പോൾ തന്നെ ചില ജീവിതങ്ങളെ കർത്താവ് സൗഖ്യമാക്കും, ജീവിതങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. എന്തിനു നാം ഉപവസിക്കണം? ഉപവാസ പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്നതായ പ്രയോജനം എന്താണ്? ഉപവസിച്ചാൽ നമുക്ക് ലഭിക്കുന്ന മാറ്റം എന്താണ്? കുടുംബത്തിന് ലഭിക്കുന്ന മാറ്റം എന്ത്? ആര് ഉപവസിക്കണം? ഏത് വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ ഉപവസിക്കണം? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ സംസാരിക്കുമാറാകട്ടെ. ഒന്നാമതായി, ജീവിതത്തിൽ പുതിയ ചുവടുകൾ വയ്ക്കുന്നവർ, വിവാഹ ജീവിതമാകട്ടെ, പുതിയ ജോലിയിലാകട്ടെ, പുതിയ വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, പുതിയതായി ശുശ്രൂഷയിലേക്കാകട്ടെ, ആമേൻ, ആലയത്തിൻ്റെ പണിയാകട്ടെ, ജീവിതത്തിൽ പുതിയതായ ഒരു ആരംഭത്തിലേക്ക് പോകുന്നവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് രണ്ടുപേരും വ്യത്യസ്തമായ കുടുംബങ്ങളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ചു വരുന്നവരാണ്. ദൈവത്താൽ യോജിക്കപ്പെട്ടതാണെങ്കിൽ അത് ബലമുള്ള കുടുംബ ജീവിതമായി തീരും. കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്, പഠിക്കുന്ന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ശുശ്രൂഷാ മേഖലകളിൽ പ്രശ്നങ്ങളുണ്ട്. ഈ പോരാട്ടങ്ങളിൽ നാം ശരിക്കുള്ള തീരുമാനമെടുക്കണം. ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ജീവിതത്തെ ബാധിക്കും. എങ്ങനെ ശരിക്കുള്ള തീരുമാനങ്ങൾ എടുക്കാം? ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കപ്പെടുന്ന തീരുമാനങ്ങളുണ്ട്, സാത്താനിക പ്രേരണ കൊണ്ടെടുക്കപ്പെടുന്ന തീരുമാനങ്ങളുണ്ട്, മനുഷ്യരാൽ വരുന്ന ആലോചനകളുണ്ട്.
ഇനി ദൈവത്തിൽ നിന്ന് നമുക്ക് വരുന്ന പരിപൂർണമായ ദൈവികമായ ആലോചനകളുണ്ട്. ദൈവികമായ പദ്ധതിയും പ്ലാനും മനസ്സിലാക്കണമെങ്കിൽ ദൈവഹിതം മനസ്സിലാക്കി മുൻപോട്ട് ചുവടുവയ്ക്കുവാൻ നാം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഗുണം ചെയ്യും. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത് വാക്യം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും യാത്ര അവനോട് ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവാ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം ആറ്റിന്റെ അരികിൽ വെച്ച് എസ്രയ്ക്കും എസ്രയുടെ കൂട്ടത്തിലുള്ളതായ ഇസ്രായേൽ മക്കൾക്കും ചെറിയവർ വലിയവർ സകലർക്കും വേണ്ടി ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി എസ്ര ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിൽ നിന്ന്, ആ മഹാരാജ്യത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടന്നു വരണം. ആ യാത്ര ദുരിതങ്ങൾ നേരെ ഉള്ളതാണ്, പോരാട്ടങ്ങൾ ഉള്ളതാണ്. വഴിമധ്യ ദുർഘടങ്ങളുണ്ട്, ദുഷ്ട മൃഗങ്ങളുണ്ട്, കൊള്ളക്കൂട്ടങ്ങളുണ്ട്, അനർത്ഥങ്ങളുണ്ട്. ഇത് മുൻപിൽ കണ്ടിട്ട് ഒരു ദൈവത്തിൻ്റെ അഭിഷക്തൻ ആ യാത്രയ്ക്ക് വേണ്ടി, ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഒരു യാത്രയിലാണ്. പുതിയൊരു ഈ ചുവടുകൾ നാം എടുത്തു വയ്ക്കുമ്പോൾ, ഇന്ന് സ്കൂളുകൾ തുറന്ന് കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുവാൻ തുടങ്ങുന്നു. ബിസിനസ് ആരംഭിക്കുന്നവരുണ്ട്, കുടുംബജീവിതം ആരംഭിക്കുന്നവരുണ്ട്, ശുശ്രൂഷ ആരംഭിക്കുന്നവരുണ്ട്. കർത്താവായ യേശുവിൽ നിന്ന് ഇത് നമുക്ക് പഠിക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായങ്ങളിൽ യേശു സ്നാനപ്പെട്ട ഉടനെ മരുഭൂമിയിലേക്ക് പോയി 40 ദിനരാത്രങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. യേശു സർവശക്തനായ ദൈവപുത്രനാണ്, ദൈവമാണ്. കർത്താവായ യേശു ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പുത്രനായി അവതരിച്ചപ്പോൾ ഉപവസിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ നിർബന്ധമില്ലായിരുന്നു, അതിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നു. എന്നാൽ തൻ്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുവാൻ, തൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാൻ യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസത്തോടെ പ്രാർത്ഥനയോട് ജീവിതം ആരംഭിച്ചാൽ അത് ജീവിതത്തിന് അനുഗ്രഹമായി തീരും. കുടുംബ ജീവിതങ്ങൾ ഉപവാസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തിയാൽ അത് തങ്ങളുടെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടായിത്തീരും. രണ്ടാമത്, എന്തിനു ഉപവസിക്കണം, എന്തിനു ഉപവസിച്ച് പ്രാർത്ഥിക്കണം? ഇന്ന് പല തകർന്ന കുടുംബ ജീവിതങ്ങളെ നമുക്ക് ചുറ്റിലും കാണുവാൻ കഴിയും. തകർക്കപ്പെട്ടതായ ബിസിനസ്സുകൾ, തകർക്കപ്പെട്ടതായ ശുശ്രൂഷാ മേഖലകൾ, തകർന്നു പോയതായ യൗവനക്കാരുടെ ജീവിതങ്ങൾ, വീണ്ടും പണിയുവാൻ കഴിയാതെ വണ്ണം അതെല്ലാം തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് ക്രിസ്തുവിന് മുൻപായി 586-ാം വർഷത്തിലെ 597-ാം വർഷം 606 എന്ന് 3 കാലഘട്ടങ്ങളിൽ പോയി. പ്രവാസത്തിൽ പോയത് മാത്രമല്ല, അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യെരുശലേം നഗരത്തെ അന്യ ശക്തികൾ തകർത്തു. മതില് ഇടിക്കപ്പെട്ടു, ദേവാലയം ഇടിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇടിക്കപ്പെട്ടതിൻ്റെ നടുവിൽ ഒരു കൂട്ടം ഇരിക്കുന്നു, അവർക്കതിനെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വവും ചിന്തയില്ല. എന്നാൽ ദൂരദേശത്തിരിക്കുന്ന ബാബിലോണിൽ, ആ ദേശത്ത് പ്രവാസത്തിലിരിക്കുന്ന നെഹെമ്യാവ് ഈ വാർത്ത കേൾക്കുകയാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയതായ ശേഷിപ്പ്, അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടവും അവമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ചും ചുട്ടും കിടക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ഈ നെഹെമ്യാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ ശുശ്രൂഷക്കാരനായ ദൈവപൈതൽ ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞും കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, നമുക്ക് ചുറ്റുമുള്ളതായ യൗവനക്കാരുടെ ജീവിതങ്ങളിൽ
എത്രയോ ഇടിഞ്ഞ അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. താങ്കൾ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ തകർക്കപ്പെട്ട ഇടിഞ്ഞു പോയ ഒരു കുടുംബത്തിലെ വ്യക്തിയാണോ? തലമുറകളുടെ ജീവിതത്തിൽ ഏതോ ഒരു ഇടിഞ്ഞ അനുഭവങ്ങളുണ്ടോ? ജോലിയിൽ ഇടിക്കപ്പെട്ടതായ അനുഭവങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ ചില പോരുകളും പോരാട്ടങ്ങളും. ഇതിൻ്റെ നടുവിലിരിക്കുമ്പോൾ കരയണം, ദുഃഖിക്കണം, ഉപവസിക്കണം. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഇടിഞ്ഞുപോയ പലതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇടിഞ്ഞുപോയതായ മതിലിനെ കുറിച്ച് കാണുന്നു. ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇടിഞ്ഞുപോയതായ യാഗപീഠത്തെക്കുറിച്ച് നാം കാണുന്നു. നെഹെമ്യാവിന്റെ കാലഘട്ടത്തിൽ ഇടിഞ്ഞുപോയതായ മതിലിനെ കുറിച്ച് കാണുന്നു. അത് എസ്രാ സെരുബ്ബാബേലിന്റെ കാലഘട്ടത്തിൽ ഇടിഞ്ഞുപോയതായ ആലയത്തെക്കുറിച്ച് കാണുന്നു. ഇതുപോലെ തന്നെ ഇടിക്കപ്പെട്ട പല മനുഷ്യരുടെ അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. കുടുംബ ബന്ധങ്ങൾ ഇടിക്കപ്പെട്ട് കിടക്കുന്നു. ദൈവവുമായുള്ള ആരാധന ഇടിക്കപ്പെട്ട് കിടക്കുന്നു. ആദ്യ സ്നേഹം ഇടിക്കപ്പെട്ട് കിടക്കുന്നു. ശത്രുക്കൾ വന്ന് മതിലിടിച്ച് കടഞ്ഞാൽ എന്ത് സംഭവിക്കും? സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുന്നു. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് യോബിനെയും അവന്റെ കുടുംബത്തെയും അവനുള്ളതൊക്കെയും ചുറ്റുവേലി കെട്ടിയേക്കുകയാണ്. യെരൂശലേം പട്ടണം മതിലുള്ള പട്ടണം. മതിലിന്റെ അകത്തിരിക്കുമ്പോൾ ദുഷ്ടന് അകത്ത് കടക്കുവാൻ കഴിയത്തില്ല. ഒരു ശക്തിയും വന്ന് അവരെ തൊടുവാൻ കഴിയാതെ വണ്ണം വലിയൊരു സംരക്ഷണമുണ്ട്. ഇന്ന് പല കുടുംബ ജീവിതങ്ങളിലും സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു കിടക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മതിലിടിഞ്ഞു കിടക്കുമ്പോൾ നിരുത്സാഹികളായി എന്തു ചെയ്യണമെന്നറിയാതെ ഈ ലോകമോഹങ്ങളിൽ കുടുങ്ങിയവരായി കിടക്കാതെ ദൈവസന്നിധിയിൽ ഒരു നെഹെമ്യാവിനെ പോലെ ഇടിവിൽ നിൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ പകൽക്കാലം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 52 ദിവസങ്ങൾ കൊണ്ട് ഇടിഞ്ഞ മതിൽ പണിയുവാൻ ഒരു നെഹെമ്യാവിനെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. ഏത് ഇടിഞ്ഞ അനുഭവത്തിൽ ആർക്കു വേണ്ടി നാം ഭാരപ്പെടുന്നോ, ഏത് വിഷയത്തിനു വേണ്ടി നാം ഭാരപ്പെടുന്നോ, ഭാരപ്പെടുന്നവരുടെ മേൽ, ഉപവസിക്കുന്നവരുടെ മേൽ പ്രത്യേകമായ ഒരു അഭിഷേകം ദൈവം കൈമാറും. ആ കരയുന്ന പ്രിയപ്പെട്ടവരെ നാളുകളായി ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി, രോഗത്തിൽ ബന്ധിക്കപ്പെട്ടവർ സൗഖ്യമാകുവാൻ വേണ്ടി കരയുന്നുണ്ടോ? കരയുന്നുള്ളവരെ, കരയുന്ന പ്രിയപ്പെട്ടവരെ, ഭാരമുള്ളവരെ ദൈവം ഒരു ദൗത്യമേൽപ്പിച്ചിട്ട് ആ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. ഒന്നാമത്, എന്തുകൊണ്ട് നാം ഉപവസിക്കണം, പ്രാർത്ഥിക്കണം? ശുഭയാത്ര ഉണ്ടാകുവാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ യാത്ര അനുഗ്രഹമായി തീരും. കുടുംബജീവിതം അനുഗ്രഹമായി തീരും. വ്യക്തികളുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരും. ശുശ്രൂഷയിൽ അനുഗ്രഹമുണ്ടാകും. രണ്ടാമത്, ഇടിഞ്ഞു പോയത് ആമൻ കണ്ടിട്ട് നാം ആമൻ എന്ത് ചെയ്യാതിരിക്കരുത്. ഇടിഞ്ഞു പോയതിൻ്റെ നടുവിൽ നാം മറ്റുള്ളവരെ പഴി പറഞ്ഞിരിക്കരുത്. ഒരു ഭാരം നമുക്ക് വന്നാൽ ഇടിക്കപ്പെട്ടതിനെ വീണ്ടും പണിയുവാൻ ദൈവത്താൽ കഴിയും. മൂന്നാമതായി, എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം 14 മുതലുള്ള വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ അവിടെ മനോഹരമായ ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ചെറിയ കൂട്ടം യഹൂദന്മാർ പ്രവാസത്തിലിരിക്കുന്ന കാലഘട്ടമാണ്. അഗസ്വേർ എന്ന് പറയുന്ന ഒരു പ്രധാനിയായ ഒരു രാജാവ് 127 ദേശങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ദേശത്തിൽ ഒരു മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കൊച്ചിനെ വളർത്തുന്നു. അവളുടെ പേരാണ് എസ്തർ. എസ്തറിനെ വളർത്തി എസ്തർ രാജസ്ഥാനത്തിലേക്ക് വരുന്നു. എസ്തർ വലിയ സിംഹാസനത്തിലിരിക്കുന്ന ആ സാഹചര്യത്തിൽ മൊർദെഖായി എന്ന് പറയുന്ന ആ ദൈവമൈതൽ, യഹൂദൻ, ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കാത്ത മനുഷ്യൻ, ഒരു ഹാമാനെ കണ്ടിട്ട് അവൻ്റെ മുൻപിൽ നമസ്കരിക്കാതെ വന്നതുകൊണ്ട് ഹാമാൻ ഒരു കുലത്തെ മുഴുവൻ
മുഴുവനും യഹൂദന്മാരെ മുഴുവനും തകർക്കേണ്ടതിന് പദ്ധതി ഒരുക്കുകയാണ്. ആ പദ്ധതിക്ക് ആമേൻ രാജാവ് മുദ്രയിട്ടു, നിയമം പാസാക്കി. ആ കുറിക്കപ്പെട്ട ദിവസത്തിൽ നാളും ധൈര്യം കുറിച്ച് ഇന്ന ദിവസം ഇത്ര മണിക്ക് യഹൂദന്മാരെയെല്ലാം വെട്ടിക്കൊല്ലണം, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ വസ്തുക്കളെ അപഹരിക്കണം, അവരുടെ വീടുകളെ തീയിട്ട് കൊള്ളയിടണമെന്ന് പറഞ്ഞുള്ള ഒരു നിയമം പാസാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നാം ആരാധിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, ദൈവത്തെ സേവിക്കുന്നവരായി, ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ നാം കാരണം കൂടാതെ, കാരണമില്ലാതെ നമുക്കെതിരെ ശത്രുക്കൾ എഴുന്നേൽക്കാം. നമ്മെ തകർക്കണമെന്നുള്ള ഭീതി മുടക്കുന്ന, ഭീഷണി മുടക്കുന്ന, ഗൂഢാലോചനകൾ ചെയ്യുന്ന, തകർക്കുവാൻ പദ്ധതി പറഞ്ഞ് പല നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ സഭ ഇവിടെ ഇരിക്കരുത്, ഈ ആരാധിക്കുന്ന കുടുംബം ഈ ദേശത്ത് നിൽക്കരുത്, ഈ ദൈവത്തിനു വേണ്ടി ഉപയോഗപ്പെടുന്നവർ ഇവിടെ നിൽക്കരുത് എന്ന് മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും നേർച്ചകാഴ്ചകളും ചെയ്ത് തകർക്കുവാൻ പലവിധത്തിലുള്ള പദ്ധതികൾ ഒരുക്കുമ്പോൾ നാം മൗനമായിരിക്കരുത്. മൗനമായിരുന്നാൽ, അതാണ് എസ്തറിന്റെ പുസ്തകം 4:14 മൊർദെഖായി എസ്തറോട് പ്രകാരം പറയുന്നു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുമുണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. അതേ പ്രിയപ്പെട്ടവരെ, പലരെയും കർത്താവ് ഉയർത്തിയത്, പലരെയും ദൈവം മാനിച്ചത്, ആരൊക്കെയോ പ്രാർത്ഥിച്ചതുകൊണ്ട്, ആരൊക്കെയോ ഉപവസിച്ചതുകൊണ്ട്, ആരൊക്കെയോ കണ്ണുനീര് തൂകിയതുകൊണ്ട് ഇന്ന് നമുക്ക് നല്ല വസ്ത്രം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നല്ല പാർപ്പിടം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. നല്ല വാഹനം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നല്ല കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, നല്ല ജോലി നൽകിയിട്ടുണ്ടെങ്കിൽ, നല്ല കുടുംബജീവിതം നൽകിയിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ഭവനം നൽകിയിട്ടുണ്ടെങ്കിൽ, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവത്തിന് സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ ഇതൊന്നുമില്ലാതിരുന്നപ്പോൾ ആരോ നമുക്ക് വേണ്ടി കരഞ്ഞു, ആരോ നമുക്ക് വേണ്ടി ഉപവസിച്ചു, ആരോ നമുക്ക് വേണ്ടി ഇടിവ് നിന്നു. ദൈവം നമ്മെ ഉയർത്തി, ദൈവം നമ്മെ മാനിച്ചു. എന്നാൽ മാനിക്കപ്പെട്ടവരായ നാം ഈ ആമേൻ കാലഘട്ടങ്ങളിൽ മൗനമായിരിക്കുവാനുള്ളവരല്ല, നാം പ്രാർത്ഥിക്കുവാനുള്ളവരാണ്. തകർന്നു പോകുന്ന കുടുംബങ്ങളെ നോക്കി ആമേൻ നമുക്ക് ചുറ്റിലുമുള്ള നമ്മുടെ ചർച്ചക്കാർക്ക് വേണ്ടി, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശനിവാസികൾക്ക് വേണ്ടി, എന്തിനു നമ്മുടെ ഭാരതത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എസ്തർ ആ ഉന്നത സ്ഥിതിയിലേക്ക് ഇരിക്കുമ്പോൾ അവൾ അതിനെ മറന്നു. എന്നാൽ മൊർദെഖായി വിളിച്ചു പറഞ്ഞു, ഈ കാലഘട്ടത്തിന് നീ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വാക്ക് കേട്ടാറെ 4:16 പ്രകാരം പറയുന്നു, നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ആ 3 ദിവസത്തെ ഉപവാസത്തിൽ രാജാവിന്റെ നിയമത്തെ ദൈവം മാറ്റി എഴുതിപ്പിച്ചു. ആ ഹല്ലേലൂയ തകർക്കുവാൻ ഒരുക്കിയ പദ്ധതിയെ ദൈവം മാറ്റി. സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രകാരം പറഞ്ഞു, കർത്താവ് എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കും, എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. പ്രിയപ്പെട്ടവർ, ഉപവാസ പ്രാർത്ഥന സാധാരണമായതല്ല, അത് ശക്തമായ ദൈവത്തിൻ്റെ ആയുധമാണ്. ഈ ദിവസങ്ങളിൽ പലരും ടിവിയിൽ ആമേൻ മെസ്സേജുകൾ കേൾക്കാറുണ്ട്. മെസ്സേജുകൾ കേട്ടിട്ട് തങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാറുണ്ട്. നല്ലതാണ് ദൈവദാസന്മാരെ വിളിക്കുന്നതും ആമേൻ സഹോദരങ്ങളെ വിളിക്കുന്നതും സഭയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നതുമെല്ലാം നല്ലത്. എന്നാൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതം ക്രമപ്പെടുവാൻ, നമ്മുടെ കുടുംബം വിടുവിക്കപ്പെടുവാൻ ഉപവസിക്കണം. നാം കുടുംബമായി ദൈവസന്നിധിയിലിരുന്നാൽ നമുക്കെതിരെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ശക്തികൾ, നമ്മെ തകർക്കുവാൻ ഗൂഢപദ്ധതികളെ ഒരുക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് കർത്താവ് വിടുതൽ തരും. ഈ പകൽക്കാലം സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവികമായ ഒരു ദൂത് കൈമാറുകയാണ്. താങ്കളുടെ വിജയത്തിന്, താങ്കളുടെ കുടുംബ ജീവിതത്തിലെ നന്മയ്ക്ക്, താങ്കളുടെ മക്കൾക്ക് വേണ്ടി, താങ്കളുടെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, സഹോദരന് വേണ്ടി ഉത്തരവാദിത്വം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ചുമതല ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ
ആരെയോ വിളിച്ചു പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഉത്തരവാദിത്തമില്ലാത്തവരായി ഇരിക്കുവാനുള്ളവരല്ല. ദൈവസന്നിധിയിൽ ഉപവാസത്തോടുകൂടെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ എതിരായി നിൽക്കുന്ന ആയുധങ്ങളെ ദൈവം മാറ്റിക്കളയും. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ഫലിക്കാതിരിക്കണമെങ്കിൽ എസ്തറും യഹൂദന്മാരും മൊർദെഖായും ഒരുമിച്ച് 3 ദിവസങ്ങൾ രാത്രിയും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രശ്നത്തെ കർത്താവ് മാറ്റി. അവർക്കെതിരെ വ്യാപരിച്ച സാത്താനിക പോരാട്ടങ്ങളെ, അന്ധകാരത്തിന്റെ തന്ത്രങ്ങളെ കർത്താവ് തകർത്ത് അവർക്ക് ജയം നൽകുവാനിടയായി. 3 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമതായി, ശുഭയാത്ര ഉണ്ടാകുവാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. 2, തകർന്നത് പണിയുവാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. 3, ശത്രുക്കളുടെ ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഭീതികൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. 4-മതായി, ദൈവത്തിന്റെ കോപം പലപ്പോഴും പലർക്കെതിരെ വന്നിട്ടുണ്ട്. സോദോം ഗൊമോറ പട്ടണത്തിനെതിരായി ദൈവകോപം വന്നു. ദാവീദിന് നേരായി ദൈവത്തിന്റെ കോപം വന്നു. ആമേൻ. നിനിവേ പട്ടണത്തിനെതിരായി ദൈവത്തിന്റെ കോപം വന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കോപിച്ചാൽ ആമേൻ അതിനെ പരിഹരിക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ ദൈവം നമുക്കെതിരെ നിന്നാൽ, ദൈവത്തിന്റെ കോപം വന്നാൽ, എന്തുകൊണ്ട് ദൈവത്തിന്റെ കോപം വരുന്നു? ദൈവം പറയുന്ന വചനമനുസരിക്കാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും അതിന് കീഴ്പ്പെടാതിരിക്കുമ്പോൾ, വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുമ്പോൾ, വീണ്ടും വീണ്ടും അഹങ്കരിക്കുമ്പോൾ, ആമേൻ, മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ചിന്തിക്കുകയാണ്, ഇനി ഇവനെ വച്ചിട്ട് കാര്യമില്ല, ഇവനെ നശിപ്പിക്കും. അതെ, ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യർ വഷളത്വം നിറഞ്ഞവരായിരുന്നു, ദൈവത്തിനെ ഭയപ്പെടാത്തവരായിരുന്നു. മനുഷ്യനെ നിർമ്മിച്ചതിന് ദൈവത്തിന്റെ ഹൃദയത്തിന് വേദനയായി. കന്നുകാലികളെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേദനയായില്ല. മൃഗങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേദനയായില്ല. ആമേൻ. പറവകളെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേദനയായില്ല. എന്തിന്? പഴുതാരയെ സൃഷ്ടിച്ചത് പോലും ദൈവത്തിന് വേദനയായില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേദനയായി. ആ മനുഷ്യനെ നശിപ്പിക്കേണ്ടതിന് മുഴുവൻ ലോകത്തെയും വെള്ളം കൊണ്ട് ദൈവം നശിപ്പിക്കുകയാണ്. അതിന്റെ നടുവിൽ ഒരു നോഹയെ കർത്താവ് രക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കോപം വരുമ്പോൾ എന്ത് ചെയ്യണം? ആമേൻ. യോനയുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം 4 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ നിനിവേ നിവാസികളുടെ പാപം ദൈവസന്നിധിയിൽ വന്നു ചേർന്നു. അതുകൊണ്ട് ആമേൻ, ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരോട് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, കൈമാറട്ടെ. ദൈവകോപങ്ങൾ വരുമ്പോൾ, ദൈവം നശിപ്പിക്കുവാൻ പദ്ധതി ഇടുമ്പോൾ, അതിന് ദൈവം ആമേൻ മുൻപായി ചിലരെ അയച്ച്, ചില പ്രവാചകന്മാരെ അയച്ച്, ചില ശുശ്രൂഷകന്മാരെ അയച്ചിട്ട് പറയും, നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ ഗുണപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടണം, ഈ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടണം, ഈ ദേശനിവാസികൾക്ക് അനർത്ഥം വരുന്നതിന് മുൻപേ രക്ഷപ്പെടണം. വെള്ളപ്പൊക്കങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മഴക്കെടുതികൾ, കാറ്റ്, ആമൻ, കടൽക്ഷോഭങ്ങൾ, ആമൻ, തീ കൊണ്ടുള്ളതായ പ്രശ്നങ്ങൾ, എന്തിന് പലതും നാം കേൾക്കുകയാണ്. ഭൂകമ്പങ്ങൾ വരുന്നു, സുനാമികൾ വരുന്നു. എന്നാൽ ഇതെല്ലാം വരുന്നതിന് മുൻപ് ദൈവം ആരെയെങ്കിലും കൊണ്ട് ദൈവം ആമൻ പ്രബോധിപ്പിക്കും. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക എന്നുള്ളതായ ഒരു ദൂത് ദൈവം അയക്കും. യോനയെ അയച്ചു, നിനിവേ പട്ടണത്തിലേക്ക് അയച്ചിട്ട് ആ പട്ടണത്തിനെതിരായി ദൈവത്തിന്റെ ദൂത് വെളിപ്പെട്ടു. ഈ പട്ടണം നശിക്കുവാൻ പോവുകയാണ്. ഇനിയും ആമൻ 40 ദിവസത്തിനകം ഈ പട്ടണം നശിപ്പിക്കപ്പെടും, ഈ പട്ടണം ഉന്മൂല നാശമാക്കും എന്ന് ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചുള്ള ആ ശബ്ദം രാജാവ് മുതൽ അടിമ വരെ കേൾക്കുവാനിടയായി. 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂല നാശമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തെ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു. നിനവേക്കാർ ദൈവത്തെ വിശ്വസിച്ചിട്ട് ഒരു ഉപവാസം പരസ്യം ചെയ്തു. ആ ഉപവാസത്തിൽ ആബാലവൃദ്ധം ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ തുടങ്ങി. ആമേൻ. ആളുകൾ നിനിവേക്കാർ മാത്രമല്ല, നിനിവേയിലുള്ള മൃഗജീവനുകളും ആ
സകലരും ആമേൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ദൈവസന്നിധിയിൽ രട്ടുടുത്തി ചാരത്തിലിരുന്ന് താഴ്മയോട് വിനയത്തോടുകൂടെ കരഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിച്ചാൽ ഇപ്രകാരം മനസ്സിലാകും. ദൈവകോപം മാറി വരുവാനുള്ള അനർത്ഥത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, താങ്കളുടെ രോഗം, താങ്കളുടെ വെല്ലുവിളി ദൈവകോപമാണോ? അവൻ ചില കുടുംബത്തിന് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടത്തില്ല, ചില രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടത്തില്ല, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അവൻ നമുക്ക് തിരിച്ചു വരുന്നത് അനുഭവിക്കുവാൻ കഴിയും. കാരണമാണ് എന്താണ്? ദൈവത്തിൻ്റെ കോപമാണ്. ദൈവകോപമുള്ള കുടുംബത്തിനെതിരെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കാരണം അവർ ദൈവത്തിൻ്റെ കോപത്തിലാണ്. എന്നാൽ ദൈവകോപത്തിലുള്ളവർ ആര് തന്നെയായാലും അത് ശാപം കൊണ്ട് വന്നതാകാം, ദൈവത്തെ അവൻ മറന്നത് കൊണ്ടുവരാം, ദൈവത്തിന് എതിരായി ഏതോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാകാം. അത് ദൈവസന്നിധിയിൽ വിനയത്തോടെ കണ്ണുനീരോടുകൂടെ, അപ്പാ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ തലമുറയെ തകർത്ത് കളയരുതേ, എൻ്റെ കുടുംബജീവിതത്തെ തകർത്ത് കളയരുതേ. ഒരു മുടിയനായ പുത്രൻ അപ്പൻ്റെ അടുത്ത് മടങ്ങി വരുമ്പോൾ തീരുമാനിച്ചു, അപ്പാ സ്വർഗത്തിനും നിനക്കുമെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ വീട്ടിലെ വേലക്കാരിൽ ഒരുവനായി എന്നെ സ്വീകരിച്ചാലും. അപ്പൻ വന്നു, അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു, അവന് വസ്ത്രം കൊടുത്തു, അവന് ചെരുപ്പ് കൊടുത്തു, അവന് പാദരക്ഷ കൊടുത്തു, അവന് മോതിരം കൊടുത്തു, അവന് വേണ്ടി വലിയൊരു സദ്യ വിരുന്നൊരുക്കി. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നമ്മെ സ്നേഹിക്കുന്ന നല്ല അപ്പനുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 2:12 ആമൻ പുത്രൻ കോപിക്കാതെയും നിങ്ങൾ വഴിയിൽ വെച്ച് വിട്ടുപോകാതെയും ഇരിക്കേണ്ടതിന് പുത്രനെ ചുംബിക്കുകയും അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. ആ ക്ഷണത്തിൽ ദൈവകോപം വന്നിട്ട് നമ്മെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് നാം ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവ പാദപീഠത്തിലേക്ക് കടന്നു വരിക. ഈ സന്ദേശം ദൈവാത്മാവിൽ കൈമാറുകയാണ്, നിങ്ങൾക്കുള്ള സന്ദേശമാണ്. ഈ പകൽക്കാലം ദൈവകോപത്തിലാണോ ഈ കുടുംബം? ദൈവത്തിൻ്റെ കോപത്തിലുള്ളവരാണോ? എന്തുകൊണ്ട് മാറി മാറി വിഷയങ്ങൾ? എന്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല? പല ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു, പലരോട് വിളിച്ചു പറഞ്ഞു, എന്നിട്ടും ജീവിതത്തിൽ മാറ്റമില്ല. ദൈവം നമുക്കെതിരെ നിൽക്കുന്നെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ലോകം മുഴുവനും നമുക്കെതിരായാലും ദൈവം നമുക്ക് അനുകൂലമായെങ്കിൽ അതാണ് വിജയം. എന്നാൽ ലോകം, മനുഷ്യ സാഹചര്യം എല്ലാം അനുകൂലമെങ്കിലും ദൈവം നമുക്കെതിരായിട്ട് നിൽക്കുന്നെങ്കിൽ നമ്മെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കാം. ഒന്നാമതായി ശുഭയാത്രയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക, തകർന്നത് പണിയപ്പെടുവാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമതായി ശത്രുക്കൾ നമ്മെ ചുറ്റി നിൽക്കുമ്പോൾ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നാലാമതായി ദൈവത്തിന്റെ കോപം നമുക്കെതിരെ ജ്വലിക്കുമ്പോൾ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അവസാനമായി അന്ധകാര ശക്തികളെ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ കഴിയാതെ വണ്ണം അന്ധകാരം ഈ ലോകത്തിലെ അധിപതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ വേഗത്തിൽ ആ വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. എന്നാൽ നിന്റെ വാക്കു ഹേതുവായി ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. മതി. ഹല്ലേലൂയ. 21 ദിവസങ്ങൾ പ്രാർത്ഥന തടയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രധാന ദൂതൻ ഇറങ്ങി ഹല്ലേലൂയ തടസ്സത്തെ മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്ത അനുഭവത്തിലാണോ? ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം ദൂതനയക്കും, വേഗത്തിൽ മറുപടി തരും. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം താങ്കളുടെ ജീവിതത്തിൽ അടഞ്ഞ വഴികളെ തുറക്കട്ടെ, ശുഭയാത്രകളെ ദൈവം നൽകട്ടെ, ഇടിഞ്ഞതിനെ വീണ്ടും പണിയട്ടെ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കട്ടെ, ദൈവകോപം മാറട്ടെ. അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സാത്താനിക പോരുകളിൽ നിന്ന് ദൈവം നമുക്ക് ജയം നൽകുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഇടിവ് നിൽക്കുവാനുള്ള മനസ്സ് നൽകി ആമേൻ പ്രാർത്ഥനയാൽ ജീവിതത്തെ കെട്ടിപ്പടിയുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ആമേൻ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഞങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച ഓരോ
ഓരോ വചനങ്ങൾക്കായി സ്തോത്രം. കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ നൽകണമേ. ഉപവസിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തോടടുത്ത് ദൈവികമായ കൃപകളെ പ്രാപിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കും. മഹത്വം ദൈവത്തിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സഭയായി, കുടുംബമായി ഞങ്ങൾ ഈ TV പ്രോഗ്രാം കാണുന്ന, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് തങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ടീമായി പ്രാർത്ഥിക്കും. കർത്താവ് താങ്കളെ സഹായിക്കും. ഗാഡ് ബ്ലെസ് യു.